അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഖിലാഫത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ചായിരുന്നു സൂചിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയൊന്നാണ് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്നങ്ങോട്ട് വിശദീകരിക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം പല സന്ദർഭങ്ങളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് ഹദീസുകൾ സൂചിപ്പിക്കുകയാണ്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കപ്പെടുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ നാല് വ്യക്തികൾ ഉഹദ് മല കയറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള നാലാളുകളാണ് തൻ്റെ മീതെയുള്ളത്. ആ നാലാളോടുള്ള ആദരവ് കാരണം ഉഹദ് മല ചെറുതായി ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ നീ അടങ്ങുക, ഫഇന്നമാ അലൈക നബിയ്യുൻ വസുദ്ദീഖുൻ വശഹീദൈൻ, നിന്റെ മീതെ ഇപ്പോൾ ഉള്ളത് നബിയുൻ ഒരു പ്രവാചകനും വസുദ്ദീഖുൻ അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വശഹീദൈൻ രണ്ട് ശുഹദാക്കളുമാണ്. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് വ്യക്തികളുടെ മരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ പ്രവചിക്കുന്നത്. മറ്റൊരു ഹദീസ്, ബുഖാരി തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ അദ്ദേഹം സ്വഹാബികളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നിങ്ങളിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത്? സദസ്സിൽ നിന്നും ഒരു സ്വഹാബി, ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഓർക്കുന്നുണ്ട്. ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു. സാഹിബു സിർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരോടും പറയാത്ത പല രഹസ്യങ്ങളും, മുനാഫിക്കുകളുടെ പേരുകൾ പോലെയുള്ള പല രഹസ്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവച്ച സ്വഹാബിയാണ് ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഒരാളുടെ ഫിത്ന എന്നുള്ളത് അയാളുടെ സമ്പത്തും സന്താനങ്ങളും ഭാര്യയും ഇതെല്ലാമാണ് ഒരാളുടെ ഫിത്ന. അതിലകപ്പെട്ട് അദ്ദേഹത്തിന് വല്ല വീഴ്ചയും വന്നു കഴിഞ്ഞാൽ അയാളുടെ നമസ്കാരവും നോമ്പും സദഖയും കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മായ്ച്ചു കളയപ്പെടും. ഈ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ഹുദൈഫ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഫിത്നകളെ സംബന്ധിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, മറിച്ച് സമുദ്രം ഇളകി മറിയുന്നത് പോലെ വരുന്ന വലിയ കുഴപ്പങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഉമ്മത്തിലേക്ക് ഒരു സുനാമി പോലെ കടന്നു വരുന്ന വലിയ ഫിത്നകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ ഫിത്നയാണ് ഞാൻ ചോദിക്കുന്നത്. ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ എന്തിനാണ് അതിന് ഭയപ്പെടുന്നത്? ഇന്ന ബൈനക വ ബൈനഹ ബാബൻ മുഗ്ലഖ, താങ്കൾക്കും ആ വലിയ ഫിത്നക്കുമിടയിൽ അടഞ്ഞു കിടക്കപ്പെടുന്ന ഒരു വാതിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ ഭയപ്പെടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ വാതിൽ അത് തകർക്കപ്പെടുമോ അതോ തുറക്കപ്പെടുമോ? ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അത് തകർക്കപ്പെടും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, തകർക്കപ്പെടുകയാണെങ്കിൽ, ആ വാതിൽ തകർക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് അതൊരിക്കലും അടക്കപ്പെടുകയില്ല. ഇതാണ് ഹദീസ്. ഇതിന് ശേഷം ഒരല്പകാലത്തിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ ഒരാൾ വധിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷം സ്വഹാബികളായിട്ടുള്ള ആളുകൾ ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അന്ന് നിങ്ങൾ പറഞ്ഞ ഹദീസ് യഥാർത്ഥത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിരുന്നു? ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ സൂര്യൻ ഉദിക്കുമെന്ന് പറയുന്നത് പോലെ അത്ര കൃത്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ ഹദീസ് മനസ്സിലായിരുന്നു. ആ ഹദീസിൽ വാതിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അത് തകർക്കപ്പെടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വധമാണ്, അദ്ദേഹത്തിനെ വധിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അത് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും അടക്കപ്പെടുകയില്ല. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം, ആ ഒരു സുവർണ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ഉമ്മത്തിലേക്ക് അതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള നിരവധി ഫിത്നകളാണ് വരുന്നത്. മുസ്ലിങ്ങൾ പരസ്പരം വധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ മുസ്ലിം ഉമ്മത്തിൽ അത്തരത്തിലുള്ള വലിയ ഭീമമായിട്ടുള്ള ഫിത്നകൾ ഉമ്മത്തിലേക്ക് വരുന്നു. അവസാനം മുസ്ലിങ്ങളുടെ കൈകൾ തന്നെയാണ് പിന്നീടുള്ള രണ്ട് ഖലീഫമാരും മരണപ്പെടുന്നത്. ഈ രൂപത്തിലുള്ള വലിയ ഫിത്നകൾ, ആ ഫിത്നകൾ, അതായത് മുസ്ലിങ്ങൾ പരസ്പരം വധിക്കുന്ന ആ വലിയ ഫിത്ന
അത് ഇന്നും സമകാലിക ലോകത്ത് വ്യാപകമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അത് ഒരിക്കൽ ആ വാതിൽ തകർക്കപ്പെട്ടാൽ പിന്നീട് അതൊരിക്കലും അടക്കപ്പെടുകയില്ല എന്നുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളാണ് സുബ്ഹാനല്ലാഹ് ഇവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ വർഷം 23 അവസാനത്തെ ഹജ്ജ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വർഷം നിർവഹിക്കുകയാണ്. ഹജ്ജ് വേളയിൽ നടന്നൊരു സംഭവം, ഇബ്നു സഅദിന്റെ തബഖാത്തിൽ ഉദ്ധരിക്കപ്പെടുന്നതായിട്ടുള്ളൊരു സംഭവം. ഹജ്ജ് വേളയിൽ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അറഫയിൽ നിൽക്കുന്ന സമയം അദ്ദേഹത്തിനോട് കൂടെ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവർ അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു കല്ല് വന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ വീഴുകയാണ്. അദ്ദേഹത്തിന്റെ തല പൊട്ടി രക്തം വന്നു. ആരാണ് കല്ലെറിഞ്ഞതെന്ന് ഒരാൾക്കും ബോധ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നും ആരാണ് എറിഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പം അവർ ഖലീഫയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അറഫാ മലക്ക് മുകളിൽ നിന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, വല്ലാഹു റബ്ബുൽ കഅബ്, കഅബയുടെ നാഥനാണ് സത്യം. ഓ ഉമർ, അടുത്ത വർഷം താങ്കൾ ഇവിടെ നിൽക്കുകയില്ലെന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അതായത് അടുത്ത വർഷം താങ്കൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ലെന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരാൾ ഉറക്കെ അവിടുന്ന് വിളിച്ചു പറയുന്നതായിട്ട് അവർക്ക് കേൾക്കാൻ സാധിച്ചു. ആരാണ് വിളിച്ചു പറയുന്നവർക്ക് കൃത്യമായിട്ട് കാണാനും സാധിച്ചില്ല. ചുരുക്കത്തിൽ ആ ഒരു സന്ദർഭത്തിലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് സൂചന നൽകുന്നതാണ് ഈ ഒരു സംഭവം. ഹജ്ജിന് ശേഷം അദ്ദേഹം തൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും നല്ല വ്യക്തികളെല്ലാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ, മരണത്തോട് അടുക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വാക്കിലും പ്രവൃത്തിയിലെല്ലാം ആ മരണം പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ട്. നല്ല വ്യക്തികൾ അവർ മരണത്തോട് അടുക്കുന്ന സന്ദർഭത്തിൽ ആ മരണവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ സംസാരിക്കുന്നതായിട്ട് കേൾക്കും. ഇതേ രൂപത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാനത്തെ ഖുതുബ ആ രൂപത്തിലുള്ളായിരുന്നു. അദ്ദേഹം അവസാനത്തെ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും അതിനുശേഷം അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലയേൽപ്പിച്ചതും ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഒരു സ്ഥാനം തനിക്ക് നൽകിയതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു ഖുതുബയിൽ അദ്ദേഹം സ്മരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വിചിത്രമായിട്ടുള്ളൊരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ മരണം അടുത്തിരിക്കുന്നതിലേക്കുള്ള സൂചനയായിട്ടല്ലാതെ എനിക്ക് ആ സ്വപ്നത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ചുവന്ന പൂവൻകോഴി എന്നെ 2 തവണ കൊത്തുന്നതായിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്കുള്ള സൂചനയായിട്ടാണ് ആ സ്വപ്നത്തെ അദ്ദേഹം മനസ്സിലാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ എന്നോട് എൻ്റെ പിൻഗാമിയെ സംബന്ധിച്ച്, എൻ്റെ അടുത്ത ഖലീഫയെ സംബന്ധിച്ച് ജനങ്ങൾ എന്നോട് ചോദിക്കുന്നു, ഞാൻ എൻ്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാതെ മരണപ്പെടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് മരണപ്പെട്ടത്. ഞാൻ എൻ്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്തുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിലാണ് മരണപ്പെട്ടത്. അതായത് തെരഞ്ഞെടുത്തും തെരഞ്ഞെടുക്കാതെയും മരണപ്പെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതം നശിക്കാൻ അനുവദിക്കുകയില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ മരണപ്പെട്ടാൽ 6 പേരടങ്ങുന്ന ഒരു ശൂറ, ആ ഒരു ശൂറയിൽ നിന്നും ഒരാളായിരിക്കും നിങ്ങളുടെ അടുത്ത പിൻഗാമി, അടുത്ത ഖലീഫയായിട്ട് വരിക. ആ 6 പേരെ സംബന്ധിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തൃപ്തരായിരുന്നു. അതായത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറ മുബശ്ശിരീനിൽപ്പെട്ട 6 വ്യക്തികളെയാണ് അദ്ദേഹം അടുത്ത ഖിലാഫത്തിന് വേണ്ടി ചുമതലയേൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അവസാനത്തെ അദ്ദേഹത്തിന്റെ ഖുതുബ ഒരു വസിയ്യത്ത് രൂപത്തിലുള്ളതായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദായിട്ട് മരണപ്പെടണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പല സന്ദർഭങ്ങളിലായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ബുഖാരി തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അദ്ദേഹത്തിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ പിതാവ് പല സന്ദർഭങ്ങളിലായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, പ്രവാചകന്റെ പട്ടണത്തിൽ എന്നെ ഷഹീദായിട്ട് മരിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതു ഫീ സബീലിക ഫീ ബലദിൻ നബിയിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണത്തിൽ എന്നെ ഷഹീദായിട്ട് മരിപ്പിക്കണമെന്ന് എൻ്റെ ഉപ്പ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഞാൻ ചോദിക്കുമായിരുന്നു, അല്ലയോ ഉപ്പ, എങ്ങനെയാണ് ഈ 2 പ്രാർത്ഥനയെ ഒരേ സന്ദർഭത്തിൽ എങ്ങനെയാണ് സാധിക്കുക? കാരണം ഷഹീദായിട്ട് മരണപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും മദീനക്ക് പുറത്ത് യുദ്ധക്കളത്തിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് മദീനയിൽ താങ്കൾ ഷഹീദാവുക എന്ന് ഞാൻ പല സന്ദർഭത്തിൽ പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഏത് രൂപത്തിലാണ് ഈ ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കുക. പ്രവാചകന്റെ പട്ടണത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിലാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം മരണപ്പെടുന്നത്.
ഈ ചോദ്യം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുമായിരുന്നു, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും, അവന് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ലെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പല സന്ദർഭങ്ങളിലും മറുപടി പറയാറുണ്ടായിരുന്നു. നമ്മൾ ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരിക്കലും നടക്കുകയില്ലെന്ന് അസംഭവ്യമായിട്ട് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നുള്ള മനോഹരമായിട്ടുള്ളൊരു പാഠമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത് അബൂ ലുഅ്ലു അൽ മജൂസി എന്നറിയപ്പെടുന്ന ഒരു പേർഷ്യൻ അടിമയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര്, അദ്ദേഹത്തിന്റെ ഫൈറൂസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മദീനയിൽ മുഗീറത്ത് ബിൻ ശുഅബ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ അടിമയായിരുന്നു ഈ അബൂ ലുഅ്ലു അൽ മജൂസി എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം പേർഷ്യക്കാരനാണ്. അക്കാലഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിയമപ്രകാരം, അദ്ദേഹത്തിന്റെ ഒരു പോളിസി പ്രകാരം ഇസ്ലാം അടുത്ത കാലത്ത് കീഴടക്കിയ പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ അവർ മദീനയിൽ സ്ഥിരതാമസമാക്കാനുള്ള അനുമതി ഖലീഫ നൽകിയിരുന്നില്ല. മദീനയിൽ അവർക്ക് വരാം, പക്ഷേ സ്ഥിരമായിട്ട് മദീനയിൽ താമസിക്കാൻ അവർക്ക് ആർക്കും അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില ആളുകൾക്ക് അദ്ദേഹം പ്രത്യേകമായിട്ട് ഇളവ് നൽകിയിരുന്നു. ആ നാട്ടിലുള്ള ചില പ്രത്യേക കഴിവുകളുള്ള അടിമകൾ, അതായത് നല്ല കൊത്തുപണി ശില്പികളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആശാരിപ്പണി അറിയുന്ന ഈ രൂപത്തിൽ നല്ല നിർമ്മാണ വൈദഗ്ധ്യമുള്ള ചില അടിമകൾക്ക് പ്രത്യേക ഇളവ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഈ അബൂ ലുഅ്ലു അൽ മജൂസി എന്നറിയപ്പെടുന്ന അടിമ. അദ്ദേഹം പേർഷ്യക്കാരനാണ്, പക്ഷെ അദ്ദേഹം നല്ലൊരു ആശാരിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഖലീഫയുടെ അനുമതി കാരണം, പ്രത്യേക ഇളവ് കാരണം അദ്ദേഹം മദീനയിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ഈ അബൂ ലുഅ്ലുവുമായിട്ട് ഉദ്ധരിക്കപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന രണ്ട് സംഭവം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് വന്നൊരിക്കൽ അദ്ദേഹം അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ വഴിയിൽ ഈ അബൂ ലുഅ്ലുവയെ കാണുകയാണ്. അദ്ദേഹം വന്നുകൊണ്ട് ഖലീഫയോട് അദ്ദേഹം പരാതി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് താങ്കളോടൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. എൻ്റെ യജമാനൻ മുഗീറത്ത് ബിൻ ശുഅബ എനിക്ക് മാന്യമായിട്ടുള്ള വേതനം നൽകുന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. ഈ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് താങ്കളുടെ പണി? അദ്ദേഹം പണി പറഞ്ഞു. ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ശമ്പളം ചോദിച്ചു. അപ്പം അദ്ദേഹം ശമ്പളം പറഞ്ഞ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അതൊരു മോശമില്ലാത്ത തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ ഒരു പരാതി കണക്കിലെടുത്ത്, അതായത് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയല്ല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് ലഭിച്ചത്. അത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന് കാരണമായി തീർന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിലുള്ള കാരണം ഇന്നും ഒരാൾക്കും അറിയുക സാധ്യമല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ. പിന്നീട് മറ്റൊരു സംഭവം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഈ അബൂ ലുഅ്ലു അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു ആട്ടുകല്ല് നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു, നല്ല ഭംഗിയുണ്ടല്ലോ താങ്കൾ ഉണ്ടാക്കുന്ന ഈ ആട്ടുകല്ല്. ഈ സന്ദർഭത്തിൽ അബൂ ലുഅ്ലു അദ്ദേഹം പറഞ്ഞത്, ഞാൻ താങ്കൾക്ക് വേണ്ടിയും ഒരു ആട്ടുകല്ല് ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കി കഴിയുമ്പോൾ കാണും താങ്കൾ എൻ്റെ യഥാർത്ഥത്തിലുള്ള കഴിവ്. കിഴക്കും പടിഞ്ഞാറുമുള്ള മുഴുവൻ ആളുകളുടെയും സംസാര വിഷയമായിരിക്കും അത്. ഈ രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതായത് അർത്ഥം വെച്ചുകൊണ്ടുള്ളൊരു സംസാരം. അപ്പോൾ സംസാരത്തിൻ്റെ ഈ ടോണും ഈ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവവും എല്ലാം കണ്ട സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശ്വസ്തരായിട്ടുള്ള തന്നോട് ഏറ്റവും അടുത്തുള്ള ചില സ്വഹാബികളുമായിട്ട് ഈ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു. അതായത് അബൂ ലുഅ്ലു തനിക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് സൂചിപ്പിച്ചു. ആ സന്ദർഭത്തിൽ അവരെല്ലാം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അവർ അദ്ദേഹത്തെ ഖലീഫയോട് നിർദ്ദേശിച്ചെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ ഒരാളോട് അനീതി കാണിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്നായിരുന്നു ഖലീഫയുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. അദ്ദേഹം അതിന് സന്നദ്ധമായില്ല. അതിന്റെ പേരിൽ യാതൊരു സുരക്ഷാ നടപടി സ്വീകരിക്കാനും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അവസാനം ഈ അബൂ ലുഅ്ലു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി വളരെ വിലപിടിപ്പുള്ള ഒരു കത്തി, ഒരു ഇരുതലമൂർച്ചയുള്ള ഒരു കടാര അദ്ദേഹം വാങ്ങുകയാണ്. ആ കടാരയിൽ അദ്ദേഹം നന്നായി വിഷം പുരട്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹം പള്ളിയുടെ മിമ്പറിൽ ഒളിച്ചിരിക്കുകയാണ് ഫജ്ർ നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ. ഇന്നത്തെ പോലെ ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതിനാൽ വളരെ എളുപ്പത്തിൽ പ്രവൃത്തി നിർവഹിക്കാൻ, ഈ ഒരു ഇരുളിന്റെ മറവിൽ ഈ ഒരു പ്രവൃത്തി നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഫജ്ർ നമസ്കാരം തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം. അദ്ദേഹം മിമ്പറിൽ ഒളിച്ചിരിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം
പള്ളിയിലേക്ക് വന്ന് എന്നത്തെയും പോലെ അദ്ദേഹം ഇമാമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം ഇമാമിൽ നിന്ന് അദ്ദേഹം ആദ്യത്തെ റക്അത്ത് നമസ്കരിച്ചു. ആദ്യത്തെ റക്അത്ത് പൂർത്തിയാക്കി രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്ത് റുക്കൂയിലേക്ക് പോയ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് അദ്ദേഹം അവസാനമായിട്ട് പാരായണം ചെയ്ത ആയത്ത് വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, സൂറത്തുൽ അഹ്സാബിന്റെ 38-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ള ഈ ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം റുക്കൂഹിലേക്ക് പോകുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പ്രാർത്ഥന ഇതുമായിട്ട് സാന്ദർഭികമായിട്ട് നിങ്ങൾ ഓർക്കുക. അള്ളാഹുവെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണത്തിൽ എന്നെ ഷഹീദായിട്ട് മരിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സാന്ദർഭികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു അവസാനമായിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റുക്കൂയിലേക്ക് പോകുന്നു. റുക്കൂയിലേക്ക് പോയ സന്ദർഭത്തിൽ മിമ്പറിൽ ഒളിച്ചിരിക്കുന്ന അബൂ ലുഅ്ലു അദ്ദേഹത്തിന്റെ മേലേക്ക് ചാടി വീഴുകയാണ്. മുന്നിലും പിന്നിലുമായിട്ട് അദ്ദേഹം നിരവധി തവണ അദ്ദേഹം കുത്തി. അവസാനം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വയറിന് അദ്ദേഹം ആഞ്ഞു കുത്തി. അതായിരുന്നു മരണകാരണമായി തീർന്ന മുറി. വയറ് കീറി അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ പുറത്തു വരുന്ന രൂപത്തിൽ അത്രയും വലിയ മുറിവാണ് വയറിനേറ്റത്. അപ്പം ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സന്ദർഭത്തിൽ പിറകിലുണ്ടായിരുന്ന സ്വഹാബികൾ അവർ മിമ്പറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നെ ഇതാ ആരോ കുത്തിയിരിക്കുന്നു, എന്നെ ഇതാ ആരോ വധിച്ചിരിക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിയതിന് ശേഷം ഈ അബൂ ലുഅ്ലു അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പള്ളിയുടെ വാതിലിനടുത്തേക്ക് ഓടി. ഈ ഓടുന്ന സന്ദർഭത്തിൽ പല സ്വഹാബികൾ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ ശ്രമത്തിനിടയിൽ 7 സ്വഹാബികൾക്ക് ആ ഒരു പള്ളിയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു. അതായത് 7 സ്വഹാബികൾ ആ ഒരു പ്രവൃത്തിയിൽ അവർ ഷഹീദായിട്ട് മരണപ്പെട്ടു. 12ഓളം സ്വഹാബികൾക്ക് മാരകമായിട്ടുള്ള പരിക്കേറ്റു. അവസാനം അദ്ദേഹം വാതിലിനടുത്തെത്തിയ സന്ദർഭത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ ഷർട്ടൂരി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ആ മുഖത്തേക്ക് എറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാതെയായി. ഈ രൂപത്തിലാണ് അദ്ദേഹത്തെ അവസാനം അവർക്ക് കീഴടക്കാൻ സാധിച്ചത്. അപ്പം അദ്ദേഹത്തെ അവർ പിടിച്ച സന്ദർഭത്തിൽ ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ അബൂ ലുഅ്ലു തന്റെ കയ്യിലുണ്ടായിരുന്ന കടാരയുമായി സ്വയം വയറ്റിലേക്ക് കുത്തി അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതുകൊണ്ട് തന്നെ എന്തായിരുന്നു ഈ ഒരു വധത്തിന് പിന്നിലുണ്ടായിരുന്ന കാരണം, ആരൊക്കെയായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, എവിടെ വെച്ചാണ് അവർ ഗൂഢാലോചന നടത്തിയത്, ഈ രൂപത്തിലുള്ള രഹസ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന രഹസ്യമായിട്ട് ഇന്നും അവശേഷിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അബോധാവസ്ഥയിലേക്കും അദ്ദേഹം ബോധരഹിതനാവുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു. അടുത്തുള്ള അദ്ദേഹത്തിന്റെ മകൻ അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം ആദ്യം അവർ നമസ്കാരം പൂർത്തിയാക്കാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഘട്ടത്തിൽ പോലും അവർ നമസ്കാരം പിന്തിരിപ്പിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവർ ആദ്യം ആ സുബഹി നമസ്കാരം പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം സൂര്യൻ ഉദിച്ച സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധം വരുന്നു. അദ്ദേഹം ചുറ്റും നോക്കി ആദ്യം ചോദിച്ച ചോദ്യം അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്നുള്ളതാണ്. ആ ഒരു ചോദ്യമാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. ഈ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അമീർ മുഅ്മിനീൻ, ഞങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നമസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, അവന് മതത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് ആ ഒരു സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം ഒരല്പം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നു. അപ്പം അവർ കരുതി അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് കരുതി അവർ വെള്ളം കൊണ്ടുപോയി കൊടുത്ത സന്ദർഭത്തിൽ ആ രക്തമൊലിക്കുന്ന സന്ദർഭത്തിൽ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വുളു എടുത്ത് അദ്ദേഹത്തിന്റെ ആ നമസ്കാരം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹം ആ സുബഹി നമസ്കാരം അവിടെ വെച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നു. നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, മൻ ഖത്തൽനി, എന്നെ ആരാണ് വധിച്ചത്, ആരാണ് എന്നെ ഈ രൂപത്തിൽ കുത്തിയത്? അവർ പറഞ്ഞു, പേർഷ്യക്കാരനായിട്ടുള്ള ഒരു അടിമയാണ്. അപ്പം അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു ചോദിക്കുകയാണ്, അടിമയാണെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മുഗീറയുടെ ഗുലാമാണോ, മുഗീറയുടെ അടിമയാണോ എന്നെ ഈ രൂപത്തിൽ ആക്രമിച്ചത്? അവർ പറഞ്ഞു, അതെ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അബൂ ലുഅ്ലുയുടെ ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, അൽഹംദുലില്ലാഹ്, ഒരു മുസ്ലിമിന്റെ കൈകളാലല്ലോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വധിക്കുന്നതിന്റെ ആ ഒരു ഗൗരവം കൃത്യമായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രൂപത്തിൽ പ്രതികരിച്ചത്, അൽഹംദുലില്ലാഹ്, ഒരു മുസ്ലിമിന്റെ കൈകളാലല്ലോ ഇത് സംഭവിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ സമകാലിക ലോകത്ത് മുസ്ലിങ്ങൾ പരസ്പരം വധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് നമ്മളെല്ലാ അർത്ഥത്തിലും ചിന്തിക്കേണ്ടതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി ഒരു വൈദ്യന് വരികയാണ്.
അദ്ദേഹം വന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആ വൈദ്യൻ അദ്ദേഹത്തിന് ഒരല്പം പാല് നൽകുന്നു. പാല് കുടിച്ച സന്ദർഭത്തിൽ അദ്ദേഹം കുടിച്ച പാലെല്ലാം ഈ കീറിയ വയറ്റിലൂടെ പുറത്തേക്ക് വരികയാണ്. ഈ സന്ദർഭത്തിൽ വൈദ്യന് പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ല, അതായത് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മകനെ വിളിച്ചുകൊണ്ട് നിരവധി വസിയത്തുകൾ നൽകുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം തൻ്റെ കഫൻ പുടവയുടെ കാര്യം പോലും, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എൻ്റെ ഖബറിൽ നിങ്ങൾ മിതത്വം പാലിക്കണം, ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ വരെ ആ സന്ദർഭത്തിൽ അവരെ ഉപദേശിക്കുകയാണ്. ഇതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകനെ നീ പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണം. ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു എന്ന് പറയരുത്, മറിച്ച് ഉമർ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നീ ചോദിക്കേണ്ടത്. എന്നെ അവരെ രണ്ടുപേരുടെയും സമീപം ഖബറടക്കാനുള്ള അനുമതി നൽകുമോ എന്ന് നീ പോയി ചോദിക്കണമെന്ന് മകനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ തേങ്ങിക്കരയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. അതായത് ആ ഒരു വാർത്ത അവിടെ എത്തിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാര്യം ചോദിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ആ ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഞാൻ വെച്ചതായിരുന്നു, പക്ഷേ ഉമർ ചോദിച്ചാൽ എനിക്കത് നൽകാതിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ അനുമതി നൽകുന്നു. ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന സന്ദർഭത്തിൽ വീണ്ടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന സന്ദർഭത്തിൽ ആളുകളെല്ലാം പറഞ്ഞു അബ്ദുള്ള വന്നിരിക്കുന്നുവെന്ന് ആളുകൾ പറഞ്ഞത് കേട്ട സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും കണ്ണു തുറക്കുകയാണ്. അദ്ദേഹം ആകാംക്ഷയോട് കൂടി ചോദിച്ചു, മകനെ എന്താണ് അവർ മറുപടി പറഞ്ഞത്? ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിതാവേ, താങ്കൾ ആഗ്രഹിക്കുന്ന മറുപടി തന്നെയാണ് ലഭിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എനിക്ക് ഇതിനേക്കാൾ വലുതായിട്ടൊന്നും ലഭിക്കാനില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ എൻ്റെ മയ്യത്തുമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ കൂടെ നിങ്ങൾ ഇത് അനുമതി ചോദിക്കണം. അവരെന്തെങ്കിലും ഒരു പ്രയാസം, അതായത് നേരത്തെ ഒരു പക്ഷേ ഈ ഒരു വിഷമം കാരണമായിരിക്കാം അവർ അനുമതി നൽകിയിരിക്കുന്നത്, പക്ഷേ ഒരല്പം കഴിഞ്ഞിട്ട് എൻ്റെ മയ്യത്തുമായി പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഒരിക്കൽ കൂടെ അവരോട് ചോദിക്കണം. എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടും അവർ പറയുകയാണെങ്കിൽ എന്നെ മുസ്ലിങ്ങളെ ഖബറടക്കുന്ന ഈ പൊതു ശ്മശാനത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകണമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് ആ സന്ദർഭത്തിൽ നിർദ്ദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന നിമിഷത്തിൽ നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷത്തിൽ മനോഹരമായിട്ടുള്ള ഹദീസ്, ബുഖാരി ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്കുക, താങ്കൾക്ക് സ്വർഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണല്ലോ താങ്കൾ. ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിരവധി ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, താങ്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ അവർ താങ്കളെക്കുറിച്ച് തൃപ്തനായിരുന്നു. പിന്നീട് എന്താണ് താങ്കൾക്ക് ഭയക്കാനുള്ളത്? എന്തിനാണ് ഈ രൂപത്തിൽ ആകുലപ്പെടുന്നത്? താങ്കൾക്ക് സ്വർഗമുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ശരിയാണ് താങ്കൾ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ മേൽ അവർ പ്രവാചകൻ സംതൃപ്തനായിരുന്നു, പക്ഷേ പ്രവാചകന്റെ മരണത്തിന് ശേഷം ഞാൻ നിങ്ങൾ ഇത്രയും കാലം ഭരിച്ചല്ലോ, ആ ഒരു കാര്യത്തിലാണ് എനിക്കുള്ള പേടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ലോകം മുഴുവൻ നൽകി എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ പറയുന്നത്. ഈ ലോകം മുഴുവൻ നൽകിയിട്ട് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ രൂപത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളും അവരുടെ എല്ലാം മരണ സന്ദർഭത്തിലെല്ലാം, അതേപോലെ തന്നെ അവരുടെ ജീവിതവുമെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അവരുടെ ജീവിതവും അവരുടെ പെരുമാറ്റങ്ങളും മറ്റും അവരുടെ ഈ ആകുലതകളൊക്കെ കാണുന്ന സന്ദർഭത്തിൽ നമുക്ക് തോന്നുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കൊണ്ടുള്ള ദുഃഖവാർത്ത അറിയിച്ചതുപോലെയാണ് അവർ ജീവിച്ചത്. ഈ രൂപത്തിലായിരുന്നു അവർ ജീവിച്ചത്. അത്രത്തോളം ആകുലപ്പെടുന്നതായിട്ടാണ് അവരെല്ലാം ജീവിതത്തിൽ ആ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ അവരുടെ ഒരർത്ഥത്തിൽ അവരുടെ സമീപത്ത് പോലെ എത്താൻ ഒരു വകുപ്പില്ലാത്ത ഈ നമ്മളെല്ലാം പല സന്ദർഭത്തിലും നമ്മളെല്ലാം സ്വർഗം കാത്തിരിക്കുന്നത് പോലെയാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുള്ളത്. എന്തെങ്കിലും ചെറുതായിട്ട് വല്ല ദീനിൽ നമസ്കാരം, എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ദീനീ പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് വരുന്നൊരു ധാരണ, അല്ലാഹു സുബ്ഹാനഹു വ തആല
എനിക്ക് നൽകപ്പെടാൻ വേണ്ടി സ്വർഗം കാത്തിരിക്കുന്നത് പോലെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. അതേസമയം ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ പോലും മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിൽ ആകുലപ്പെട്ടുകൊണ്ടാണ് അവർ മരണപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്ന മറ്റൊരു ഹദീസ്, മനോഹരമായിട്ടുള്ള ഹദീസ്, അദ്ദേഹം പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവസാനമായിട്ട് ഞാനാണ് കണ്ടത്. അതായത് കുടുംബക്കാരല്ലാത്ത ആളുകളിൽ അവസാനമായിട്ട് ഞാനാണ് കണ്ടത്. ഞാൻ കണ്ട സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കുടുംബക്കാരോട് തൻ്റെ മുഖം നിലത്തേക്ക് വെക്കാൻ, ഭൂമിയിലേക്ക് വെക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കുടുംബക്കാരായിട്ടുള്ള ആളുകൾ അവരതിന് സന്നദ്ധമായില്ല. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കാരണം അവസാനം അദ്ദേഹത്തിൻ്റെ ആ ശിരസ്, അദ്ദേഹത്തിൻ്റെ മുഖം അവർ മണ്ണിലേക്ക് വെച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ സുജൂദ് നിർവഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ താൻ ഒന്നുമല്ലെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വിനയം കാണിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു കാര്യത്തിന് അവരോട് ആ സന്ദർഭത്തിൽ നിർബന്ധിച്ചിട്ടുണ്ടായിരിക്കുക. ഹിജ്റ വർഷം 23 ദുൽഹജ്ജ് മാസം 26-ാം തീയതി 63-ാമത്തെ വയസ്സിൽ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എല്ലാം മരണപ്പെട്ട അതേ വയസ്സിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഉന്നതരായിട്ടുള്ള സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകപ്പെടുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും യുദ്ധക്കളത്തിലല്ലാതെ ഷഹീദായാൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടതുണ്ടെന്നുള്ളൊരു നിയമം കൂടെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവാണ് ജനാസക്ക് വേണ്ടി നേതൃത്വം നൽകുന്നത്. അതായത് നേരത്തെ ശൂറയിലുള്ള 6 ആളുകൾ അവർ ഇമാമായിട്ട് നിൽക്കാൻ സാധ്യമല്ല. കാരണം അവരിൽ ആരെങ്കിലും ഇമാമായി നമസ്കരിച്ചാൽ അടുത്ത ഖലീഫയായിട്ട് അത് പരിഗണിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ അവരാരും നിൽക്കാതെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവാണ് ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. മയ്യത്ത് കട്ടിലിൽ വെച്ച സന്ദർഭത്തിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു ഹദീസ്, ബുഖാരി തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ജനങ്ങൾ കൂടി നിന്ന ആ സന്ദർഭത്തിൽ തിരക്കിൽ എൻ്റെ തോളിൽ ഒരാൾ കൈമുട്ട് വെച്ചുകൊണ്ട് പിറകിൽ നിന്നും ഒരാൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അതായത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരാൾ ഇങ്ങനെ കൈവച്ച് പിറകിൽ നിന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടു. പിറകിലുള്ള ആൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു താങ്കളുടെ 2 കൂട്ടുകാരോടൊപ്പമാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുമ്പ് പോയ 2 കൂട്ടുകാരോടൊപ്പം താങ്കളെ ചേർക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നും എത്ര തവണയാണ് ഞാൻ കേട്ടത്, ഞാനും അബൂബക്കറും ഉമറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പറയാറുള്ള വാക്ക് അന അബൂബക്കർ വ ഉമർ. ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് എത്ര തവണയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം താങ്കളെ ആക്കും എന്ന് ഒരാളെൻ്റെ പിറകിൽ നിന്നും പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയ സന്ദർഭത്തിൽ അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഹദീസ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഒന്നും, അതായത് അവർക്കിടയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന, ഈ രൂപത്തിൽ ഇസ്ലാമിക ഉമ്മത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിൽ നിന്നും ഭിന്നിച്ചു പോയ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ഈ ഒരു ഹദീസ് നോക്കുക, കൃത്യമായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുന്ന ആ അവസാന നിമിഷത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി അവസാനം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം ഒരിക്കൽ കൂടെ അവർ അനുമതി ചോദിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അനുമതി നൽകുന്ന അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിനോട് ചേർത്ത ഭാഗത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഖബറടക്കുകയാണ്. പിന്നീട് കാണപ്പെടുന്ന ഒരു സംഭവം, ബുഖാരി തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ 8 വർഷത്തിന് ശേഷം ഉമവികളുടെ ഭരണകാലത്ത്, അതായത് വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലത്ത് ഒരിക്കലൊരു വലിയ ശബ്ദം കേട്ടു. അവർ പോയി നോക്കിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റൂമിൻ്റെ മതിൽ തകർന്നു വീണിരിക്കുകയാണ്. അപ്പോൾ അവരത് പുതുക്കി പണിയാൻ ആരംഭിച്ചു. അപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ, അദ്ദേഹം ഉറക്കെ നിലവിളി കേട്ട് ആളുകൾ വന്ന സന്ദർഭത്തിൽ അതിലുണ്ടായിരുന്ന ഏതോ ഒരു ഖബറിൽ നിന്ന് 2 കാലുകൾ പുറത്തേക്ക് കാണുന്നുണ്ട്. കൃത്യമായിട്ട് 2 കാലുകൾ പുറത്തേക്ക് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, 8 വർഷം കഴിഞ്ഞിട്ട് അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളാണെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം നിലവിളിച്ചത്. അവസാനം ആ കാലുകൾ ആരുടേതാണെന്ന് അറിയാൻ വേണ്ടി അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന
ഉർവ ബിൻ സുബൈറിനെ അവർ കൊണ്ടുവരികയാണ്. ഉർവ ബിൻ സുബൈർ അദ്ദേഹം സ്വഹാബിയല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രൻ, അതായത് അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉർവ ബിൻ സുബൈർ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസുകളെല്ലാം ഉർവയിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹറമാണ് ഈ ഉർവ ബിൻ സുബൈർ. അപ്പം അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയി ഏത് സന്ദർഭത്തിൽ സംശയം ചോദിക്കാൻ, അതിന് ഈ രൂപത്തിലുള്ള സംശയങ്ങളെല്ലാം ഏത് സന്ദർഭത്തിൽ പോയി ചോദിക്കാനുള്ള അനുമതി ഉർവ ബിൻ സുബൈർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വന്നു നോക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം ആ കാല് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ല, മറിച്ച് ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകളാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അറബികളായിട്ടുള്ള ആളുകൾക്ക് അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു കഴിവാണ്. ആ കാലഘട്ടത്തിൽ അവർ കാല് നോക്കിക്കൊണ്ട് ഒരാളുടെ നസബ് പറയാനുള്ള, അതായത് ആ കുടുംബവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എല്ലാം പറയാനുള്ള ഒരു പ്രത്യേക കഴിവ് അക്കാലഘട്ടത്തിലുള്ള ചില അറബികൾക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാല് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ ആ ഖബർ പുതുക്കി പണിഞ്ഞു. അതിനുശേഷം ആ റൂമും അവർ അവിടെ ആ സ്ഥാനത്ത് പുതുക്കി പണിയുകയുണ്ടായി. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം 6 പേരടങ്ങുന്ന ഒരു ശൂറയാണ് ചുമതല ഏൽപ്പിച്ച. ആ 6 പേര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ത്വൽഹ ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അവസാനമായിട്ട് സുബൈർ ബിൻ അവ്വാൻ റളിയല്ലാഹു അൻഹു. ഈ 6 പേരെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ ചുമതല ഏൽപ്പിച്ചത്. ഈ 6-ൽ നിന്നും ഒരാളായിട്ട് പിന്നീട് അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട പ്രക്രിയയും അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലവും ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയെന്നോണം പിന്നീട് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായിട്ടുള്ള ഈ സ്വഹാബികളോടൊപ്പം നാളെ നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.